തീർത്ഥയാത്രാ പര്യടനത്തിൽ ഉലൂപി സംഗമത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പല തീർത്ഥങ്ങൾ തരണം ചെയ്ത് മണലൂരപുരം എന്ന പ്രസിദ്ധമായ ഒരു രാജധാനി നഗരത്തിലെത്തി. അവിടുത്തെ രാജാവ് വളരെ ധർമ്മിഷ്ഠനാണ്. ധാർമ്മികമായി രാജ്യം ഭരിക്കുകയും ജനങ്ങളെ പ്രജാധർമ്മത്തിൽ നിർത്തിക്കൊണ്ട് ഒട്ടേറെ പുരോഗമന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള രാജാവാണ് എന്ന് അർജുനൻ കേട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കണമെന്ന് അർജുനന് തന്നെ ഒരാഗ്രഹം ഉദിച്ചു. അതനുസരിച്ച് അദ്ദേഹം മണലൂരപുരം രാജധാനിയിൽ എത്തിയപ്പോൾ ആദ്യം കണ്ടത് ഉദ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ യൗവനയുക്തയായ പുത്രിയെ ആയിരുന്നു. അവളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ അവർ അന്യോന്യം ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് ചിത്രാംഗത മഹാരാജാവിനെ കണ്ട് താൻ ആരാണെന്നുള്ള വസ്തുത ബോധിപ്പിച്ചു. രാജാവിന് ഈ കേട്ടിട്ടുള്ളതല്ലാതെ അർജുനനെ കണ്ടിട്ടില്ല, പാണ്ഡവന്മാരിൽ ആരെയും കണ്ടിട്ടില്ല. കാരണം താൻ അവരുടെ ഒരു സാമന്ത രാജാവ് കൂടിയാണ്. ആണ്ടിനാൽ കപ്പം കൊടുക്കുന്നു, രാജാവ് നേരിട്ടല്ലല്ലോ പോയി കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ നേരിട്ട് ഇവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പാണ്ഡുവിൻ്റെ ലോകപ്രസിദ്ധനായ പുത്രൻ, വില്ലാളി വീരനായ പുത്രൻ തന്നെ സന്ദർശിച്ചതിൽ അദ്ദേഹം കൃതാർത്ഥനായി. അർജുനൻ്റെ രൂപസൗഭാഗ്യത്തിലും അർജുനൻ്റെ പെരുമാറ്റത്തിലും അർജുനൻ്റെ സംഭാഷണത്തിലും ഒരു അഭൗമമായ തേജസ് നിറഞ്ഞു നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ രാജാവ് തൻ്റെ വംശ പരമ്പരയുടെ ചരിത്രവും അവരുടെ പരമ്പരയ്ക്ക് ശിവനിൽ നിന്ന് മഹത്തായ വരങ്ങൾ കിട്ടിയിട്ടുള്ളതും അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സാധാരണ വംശത്തിൽപ്പെട്ടവരല്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കുരുവംശത്തോട് അല്ലെങ്കിൽ പൂരുവംശത്തോട് അല്ലെങ്കിൽ ചന്ദ്രവംശത്തോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഉന്നതമായ ഒരു വംശം തന്നെയാണ് ഞങ്ങളുടേത് എന്ന് അർജുനനെ ബോധ്യപ്പെടുത്താനായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. അതിന് പ്രത്യേകമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആൺമക്കളില്ല, ഒറ്റ പുത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജ്യാവകാശത്തിന് ഒരു പുരുഷ സന്തതിയെ വേണം. അപ്പോൾ അർജുനനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പുത്രി ചിത്രാംഗത അങ്ങേക്ക് ഉചിതയായ വധുവായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അത് സാധിച്ചു തരണം, എൻ്റെ പുത്രിയെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ തൻ്റെ ചില തരക്കേടുകൾ പറഞ്ഞു. ഞാനിങ്ങനെ തീർത്ഥയാത്രയിലാണ്, അത് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ട് ഒരു പാപ പരിഹാരാർത്ഥം ഞാൻ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അതിന് ഈ സാഹചര്യപരമായ പ്രതിബന്ധങ്ങളുണ്ട്. ഇപ്പോൾ രാജാവ് കന്യാദാനം എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധർമ്മമാണെന്നും കന്യകയുടെ പിതാവ് അഭ്യർത്ഥിച്ചാൽ അത് സാധിച്ചു തരേണ്ടതാണെന്നും ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ദാമ്പത്യബന്ധ നിവൃത്തിയല്ല എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അർജുനൻ അറിയാമായിരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ബ്രഹ്മചര്യം എന്നത് ദാമ്പത്യബന്ധത്തിൽ നിന്നുള്ള പരിപൂർണമായ വിമോചനമല്ല. ഋഷികളുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഋഷികളെല്ലാവരും ദമ്പതിമാരായിട്ടാണ് ജീവിക്കുന്നത്, ബ്രഹ്മചാരികളുമാണ്. അവർക്ക് സന്തതികളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സന്തതി ഉണ്ടാവുക എന്നത് സന്തതിക്ക് വേണ്ടി മാത്രമുള്ള സ്ത്രീ പുരുഷ സംഗമത്തിൽ ബ്രഹ്മചര്യ ലംഘനമില്ല. അത് സുഖാനുഭവത്തിന് വേണ്ടി നിരന്തരമായി ആചരിച്ചു കൊണ്ടിരുന്നാലാണ് അത് ബ്രഹ്മചര്യ ലംഘനമാകുന്നത്. പിന്നെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്യന്തികമായ അറിവ് നേടുക എന്നുള്ളതുമാണ്. അറിവ് നേടുന്നതിന് ഇത് തടസ്സവുമല്ല. അപ്പോൾ ദമ്പതി ബന്ധം ധർമ്മം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ദമ്പതി ധർമ്മം അല്ലെങ്കിൽ ദാമ്പത്യധർമ്മം ആചരിക്കുന്നത് ബ്രഹ്മചര്യ അനുഷ്ഠാനത്തിന് വിപരീതമായ ഒരു കർമ്മമല്ല
എന്ന് അദ്ദേഹം പറഞ്ഞു, ബോധ്യപ്പെടുത്തി. ബ്രഹ്മചര്യം ശാരീരികമല്ല, മാനസികാവസ്ഥയാണ്. രണ്ടുമാണ്. എന്നാലും ഇത് സന്തതികൾ ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയ ഒരു ധർമ്മമാണ്. അപ്പോൾ സന്തതി ഉണ്ടാവുന്നതിന് മാത്രം രാജാക്കന്മാർക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ്. പ്രജായൈ ഗൃഹമേധിനാം. ഗൃഹം എന്ന് വെച്ചാൽ ഭാര്യ, ഇവിടെ അർത്ഥത്തിലല്ല. പ്രജായൈ ഗൃഹമേധിനാം, പ്രജയ്ക്ക് വേണ്ടി മാത്രം ഗൃഹമേധം ചെയ്യുക, ഭാര്യാഗമനം നടത്തുക എന്നാണ്. അല്ലെങ്കിൽ നടത്തരുത്, അത് ധർമ്മലംഘനമല്ല. പക്ഷെ അങ്ങനെയല്ലാതെ മനുഷ്യൻ അവൻ്റെ ശാരീരികമായ സുഖത്തിന് വേണ്ടി ഭാര്യാഗമനമോ ഭർതൃഗമനമോ നടത്തുന്നത് നിഷിദ്ധമാണ്.